പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കസേരകളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലിക സഭയുടെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് അപ്പസ്തോലിക കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. അഭിവന്യ പിതാക്കന്മാരുടെ കൂട്ടായ്മ, അതുപോലെ അഭിവന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥന, ഇതെല്ലാം സഭയ്ക്കും സഭയുടെ അപ്പസ്തോലിക സഭയിലെ സഭാ സന്താനങ്ങൾക്കും വലിയ ദൈവിക ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് പ്രഭാതത്തിൽ സോജിയച്ചനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മൾ ഈ നോമ്പ് കാലത്ത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും കുറേ കാട്ടിക്കൂട്ടിയത് കൊണ്ട് ദൈവത്തിൻ്റെ സംപ്രീതിയുള്ളവരാകും എന്ന് അർത്ഥമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ഉപവാസം എന്ന് പറയുന്നത് ദൈവവചനപ്രകാരമുള്ള ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ബലി, ദൈവത്തിന് സ്വീകാര്യമായ ഉപവാസം, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ജീവിതം എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ള ജീവിതമാണ്. ഇതിൻ്റെ അർത്ഥം ഉപവാസത്തിന് ശക്തിയില്ലെന്നോ അല്ലെങ്കിൽ പരിത്യാഗ പ്രവർത്തനങ്ങൾക്ക് വിലയില്ലെന്നോ ഉള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ, പരിത്യാഗ ജീവിതത്തിനും ഉപവാസത്തിനെല്ലാം അത്ഭുതകരമായ ശക്തിയുണ്ട്. പക്ഷേ അത് കാപഢ്യമുള്ളൊരു ഹൃദയത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വിലയില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം കൊണ്ട്, ദൈവത്തിൻ്റെ വലിയ നന്മ കൊണ്ട് നിറയാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രധാന മേഖലയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ അഹങ്കാരം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അഹങ്കാരം അവനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 13-ാമത് തിരിൽ, അഹങ്കാരം തുടങ്ങുമ്പോൾ പാപം മുളയെടുക്കുന്നു, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവനിൽ നിന്ന് മ്ലേച്ഛത വമിക്കും. പ്രഭാഷകൻ 10:13. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 10:12, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും അകന്നു പോകുന്നു, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായൊരു നിയമമാണ് അഹങ്കാരം വെടിഞ്ഞ് എളിമയുള്ള ഒരു ജീവിതം. എല്ലാ അഹങ്കാരവും കണ്ണുനീരിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ശ്രവിച്ച തിരുലിഖിത ഭാഗമാണ്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അഭിവന്യ പിതാവിലൂടെ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് തരും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പിതാവ് നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തുന്ന സംഗതി ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. ഈ നോമ്പ് കാലത്ത് ഒരു ദൈവ പൈതൽ ദൈവവചനത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ സംപ്രീതി നിറഞ്ഞ സാന്നിധ്യവും നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള വളരെ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിൻ്റെ രീതിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പല ആളുകൾക്കും അഭിവന്യ പിതാവ് വെളിപ്പെടുത്തിയ ഈ തിരുലിഖിതങ്ങളിലെ ആ ഒരു മർമ്മം, അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു ബലം മനസ്സിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 27:11 ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്, ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്, മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം വരുന്നു. എന്താ മൂഢൻ്റെ പ്രത്യേകത? മൂഢൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അവൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്രൻ ചില സമയത്ത് ഫുൾ മൂണായിരിക്കും അല്ലേ, ചില സമയത്ത് തേങ്ങാപ്പൂള് പോലെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില സമയത്ത് തേങ്ങാപ്പൂള് പോലെ, ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ട് കൂടി, ചിലപ്പോൾ പകുതി തേങ്ങ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവനോ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നാൽ നല്ല സന്തോഷം, ഫുൾ മൂണാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല സന്തോഷം. അവനും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ തേങ്ങാപ്പൂള് പോലെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരുപാട് തിരിച്ചടികളും കണ്ണുനീര് എപ്പോഴും വന്നുകൊണ്ടിരുന്നാലോ തേങ്ങാപ്പൂളും ഇല്ല, മൊത്തം ഇരുട്ട്.
പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ദൈവവചനം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയണത് തേങ്ങാപ്പുൾ എന്നല്ലല്ലോ, മൂടന് ചന്ദ്രനെ പോലെ മാറ്റം വരുന്നു. പ്രൈസ് ദി ലോർഡ്. നല്ല ജയവും ഉയർച്ചയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷം. തുടർച്ചയായിട്ട് കുറേ തോൽവി വന്നാൽ എപ്പോഴും പ്രൈസ് ദി ലോർഡ്. അതൊരു ദൈവ പൈതലിൻ്റെ സ്ഥിതിയല്ല. ദൈവ പൈതലിൻ്റെ സ്ഥിതി എന്താണെന്ന് പ്രഭാഷകൻ 27:11 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്. ഉയർച്ച താഴ്ചകളൊക്കെ ജീവിതത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. നന്മ തിന്മകൾ ജീവിതത്തിലുണ്ടാവും, രോഗവും ആരോഗ്യം ജീവിതത്തിലുണ്ടാവും, ദാരിദ്ര്യം ഉയർച്ച ജീവിതത്തിലുണ്ടാവും. ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്. എന്ത് സാഹചര്യമാണെങ്കിലും എപ്പോഴും എല്ലാ കാര്യത്തിനും അവൻ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? നോമ്പ് കാലത്ത് മാത്രമല്ല, എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഹിതം പോലെ നടത്തരുത്, തിരുഹിതം പോലെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കാൻ, എന്തുകൊണ്ട് അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്? അത് ജീവിതത്തിൽ വളരെ വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടുവരുന്ന വലിയൊരു ഷോർട്ട് കട്ടാണ്. രാവിലെ പറഞ്ഞു, ഒരു പ്രത്യേക വഴി പറഞ്ഞു, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുക. വേറൊരു അനുഗ്രഹത്തിൻ്റെ വേറൊരു ചാലാണ്, വേറൊരു അനുഗ്രഹത്തിൻ്റെ ഷോർട്ട് കട്ടാണ് ദൈവം ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ വേദനകൾക്കും നന്ദി പറയുക. അതുപോലെ മറ്റൊരു ഷോർട്ട് കട്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കിക്കൊണ്ടിരുന്നാൽ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞെങ്ങനെയാണ്? എപ്പോഴും ദൈവം അവിടെ വന്ന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യോഹന്നാൻ 8:27 നമുക്കൊരു കാര്യം ഉറപ്പ് തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 28-29 വാക്യങ്ങൾ അതിങ്ങനെയാണ് ഉറപ്പ് തരുന്നത്: പിതാവായ ദൈവം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. പിതാവായത് എവിടെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ അയാളുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ 8:28-29 വാക്യങ്ങൾ. ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിച്ചു, അത് പ്രവർത്തിച്ചു. അതുകൊണ്ട് പിതാവ് എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. സന്തോഷത്തിന് ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ഭൂമിയിലെ ഏതൊരു ഉപവാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു പ്രക്രിയയാണ്, ഒരു ക്രിയയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, അത് പ്രവർത്തിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ സ്വർഗം മുഴുവനും എപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് വചനം തരുന്ന ഉറപ്പാണ്. എൻ്റെ പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് ഈ 3 ചിന്തകൾ ഈ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ തടസ്സമാണ് നമ്മുടെ നെഗളം, നമ്മുടെ അഹങ്കാരം. എപ്പോൾ അഹങ്കാരം തുടങ്ങണം അന്ന് തൊട്ട് പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ പറ്റാതെയാവും. എപ്പോൾ നെഗളം തുടങ്ങണം അന്ന് തൊട്ട് പിതാവിൽ നിന്ന് അകന്നു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോകും. പിന്നെ നമുക്കൊരു ജീവിതമുണ്ട്, അതാണ് തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം. ഹല്ലേലൂയ. ആ ജീവിതം അങ്ങേയറ്റം നിന്ദാകരമാണ്, അത് കണ്ണുനീരിലേ അവസാനിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതത്തിൽ നിന്ന് ദൈവഹിത പ്രകാരമുള്ള ജീവിതത്തിലേക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. ഈ ദിവസത്തിൻ്റെ ഈ മധ്യാഹ്നത്തിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ തന്നിഷ്ടം ഉപേക്ഷിച്ചിട്ട് വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അവൻ തന്നെ അനുഗ്രഹിക്കുമെന്നും അവൻ്റെ പേര് കയ്പ് വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേരാണെന്നും നിയമാവർത്തനം 29-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ സ്വന്തം ജഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് എന്നെ മനസ്സിലാവും എന്ന് ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവം മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ആ തിന്മയെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം.
വരേണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നിഷ്ടപ്രകാരം നടക്കുന്ന വ്യക്തിയുടെ പേര് വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേര് എന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരു ബ്ലെസ്സിങ് നിറയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം വേണം. അഹങ്കാരം വെടിയുന്ന എല്ലാ സ്ഥലത്തും ദൈവം മുളപ്പിക്കുന്ന അനുഗ്രഹമാണ് ദൈവേഷ്ടപ്രകാരമുള്ളൊരു ജീവിതത്തിനുള്ള കൃപ. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കാപട്യം നിറഞ്ഞ ജീവിതവും അഹങ്കാരം നിറഞ്ഞ ജീവിതവും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കാനുള്ള ഒരു ഹൃദയ തുറവി ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, എന്റെ ഇഷ്ടം അനുസരിച്ചല്ല, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നതിൽ ആനന്ദിക്കാനുള്ള ഒരു എളിമ എനിക്ക് നൽകണമേ. കർത്താവേ, എന്റെ കുടുംബാംഗങ്ങളെയും കൂടപ്പിറപ്പുകളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അത്ഭുത ശക്തി എന്റെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് തിരുഹിതം പോലെ അങ്ങയുടെ ഇഷ്ടത്തിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. പ്രാർത്ഥിക്കുന്നു. ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് ആദരം തുറന്ന് ഉറക്കെ ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. തൃശ്ശൂർ മുണ്ടൂരിൽ നിന്ന് 3 കിലോമീറ്ററുള്ള ഗ്ലാരൂരാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സ്ഥലം വിൽക്കണേ, സ്ഥല വിൽപ്പനയ്ക്ക് കഠിനമായ തടസ്സം. അത് ഓർക്കുമ്പോൾ കരച്ചിൽ പോലും അതുപോലെ നരകിച്ചിരുന്നൊരവസ്ഥയായിരുന്നു സ്ഥല വിൽപ്പന നടക്കാതെ. എത്ര വർഷമായി തടസ്സം ഉണ്ടായിരുന്നു? 15 കൊല്ലമായിട്ട്. 15 വർഷമായി സ്ഥലം വിൽക്കാതെ കിടക്കുകയായിരുന്നു. അതിനെ തുടർന്നുള്ള മനപ്രയാസവും കടബാധ്യതയും പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് എങ്ങനെയാണ് സ്ഥലം വിറ്റത്? ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 9 വെള്ളിയാഴ്ച നിയമം വെച്ച് പ്രാർത്ഥിക്കാൻ. 9 ആദ്യ വെള്ളിയാഴ്ചയാണോ? ആദ്യ വെള്ളിയാഴ്ച. 9 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, എന്നെ സഹായിക്കാൻ ആരുമില്ല, സ്ഥലവിൽപ്പന നടത്തി തരണേന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം വിറ്റ് 3 മാസം ആവുമ്പോഴേക്കും സ്ഥലം വിറ്റു. 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ആ സ്ഥലം വിറ്റ് കാര്യങ്ങൾ നടത്താൻ തക്കവണ്ണം കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട്. എന്താ ഒരു നരിച്ചേറി കടിച്ചോളി. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടുത്താം സന്തോഷത്തോടെ. എൻ്റെ വീട് എറണാകുളത്താണ്. എൻ്റെ പേര് ബിനോയ് എന്നാണ്. എൻ്റെ അളിയന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അളിയൻ്റെ മുഖത്ത് ഒരു 6 വർഷമായിട്ടൊരു മുഴ ഉണ്ടായിരുന്നു. അളിയൻ്റെ മുഖത്ത് 6 വർഷമായിട്ടൊരു മുഴ. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാ, ഇതിൽ നോക്കിയാൻ ഈ ചുവന്ന റൗണ്ട് ഇട്ടിരിക്കുന്നത് ആ മുഖത്തെ മുഴയുടെ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. വലിയൊരു മുഴ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സുകൊണ്ട് വിഷമം തോന്നും. അതുപോലത്തെ ഒരു മുഴ. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഭക്തിയുടെ പുറത്ത് അഭിഷേകന്റെ പരിപാടി എല്ലാ ആഴ്ചയിലും പുള്ളി കാണുമായിരുന്നു. എന്താ അഭിഷേകന്റെ അഭിഷേകാഗ്നി പരിപാടി? അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എല്ലാ ഞായറാഴ്ചയും 8:30 ഷാലോം ചാനലിലൂടെ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 1/2 മണിക്കൂർ വചന ശുശ്രൂഷയുണ്ട്. ആ വചന ശുശ്രൂഷയുടെ സമയത്ത് ഇവരിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അല്ലേ? എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കൊണ്ട് പുള്ളിയുടെ മുഖത്തെ കുരു മാറി. പ്രാർത്ഥിച്ച്
അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പുള്ളിയുടെ മുഖത്തെ കുരു മാറിയിട്ട് മുഖം ഇതുപോലെയായി. നോക്ക്, അത് വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. അത് വിശ്വസിക്കാൻ പല ആളുകൾക്കും കീടബുദ്ധി നിമിത്തം വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് രണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്, പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയേ, ഒരു ചെറിയ നോക്ക് മുഖത്തിന്റെ സ്ഥിതി. ഇത് 1 മാസം മുമ്പുള്ള ഫോട്ടോയാണ്, ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി, ഇപ്പൊ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ വാദപ്പെടുത്തട്ടെ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. എൻ്റെ പേര് ഫ്രാൻസിസ്, മുണ്ടൂരിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ മുണ്ടൂർ. ഞാൻ 13 മാസാദ്യ വെള്ളിയാഴ്ചയായി ഇവിടെ വരുന്നു. തുടർച്ചയായിട്ട് അല്ലെങ്കിലും കഴിഞ്ഞ 1 മാസം എനിക്ക് വരാൻ സാധിച്ചില്ല, അത് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. ഞാൻ 20 വർഷമായിട്ട് ഗൾഫിലുള്ള സമയത്തും ഇവിടെയുള്ള സമയത്തും നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷമായി. ഈ 9 വർഷമായിട്ടും ഹാൻഡ്സ് ഉപയോഗിക്കുകയായിരുന്നു. 20 വർഷമായി ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക. ഗൾഫിൽ വെച്ച് തമ്പാക്കാണ് ഉപയോഗിച്ചിരുന്നത്. തമ്പാക്കെന്ന് പറഞ്ഞാൽ ബീഡിയുടെ ചൊക്ക എടുത്തിട്ട് ചുണ്ണാമ്പ് തിരുമ്പിയിട്ട് കയ്യിലിട്ട്. അതെന്തെന്നറിയോ, അത് മഹാമോശമായൊരു സാധനം. അപ്പൊ തമ്പാക്കും ഹാൻഡ്സും 13 ആഴ്ച കൊണ്ട് എനിക്ക് അത് നിർത്തലാക്കാൻ സാധിച്ചു. ഇപ്പൊ 4 മാസമായി നിർത്തലാക്കിയിട്ട്. ഇപ്പൊ 4 മാസമായിട്ട് ഒരു തരി പോലും ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ 20 വർഷമായി ഈ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന തമ്പാക്കിൻ്റെയും ആ ലഹരി വസ്തുക്കൾ ഹാൻഡ്സ് പോലുള്ള സംഗതികളുടെയും ആ അടിമത്തം കർത്താവ് 13 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ അത് പരിപൂർണമായും ഈ ദാസന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റി വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ സന്തോഷത്തോടെ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. എൻ്റെ പേര് അന്തോണി, തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം ഇടവകയിൽ 26 വർഷമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ. 26 വർഷമായി മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ തകർന്ന ജീവിതം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി ആദ്യ വെള്ളിയാഴ്ചയാണ് ഇവിടെ ആദ്യമായി ധ്യാനത്തിന് വന്നത്. സെപ്റ്റംബറിൽ ആദ്യ വെള്ളിയാഴ്ച വന്ന് നമ്മളെപ്പോലെ ഇവിടെ ഇരുന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്നു. ഇതുവരെ സെപ്റ്റംബറിന് ശേഷം പിന്നെ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, കംപ്ലീറ്റ് നിർത്തി. സെപ്റ്റംബർ കഴിഞ്ഞ് പിന്നെ ഡിസംബറിൽ ക്രിസ്മസ് അത് പരീക്ഷിച്ചു ഞാൻ. ക്രിസ്മസ്, ഓണം, ജനുവരി പെരുന്നാളുണ്ടായിരുന്നു, ഇതൊക്കെ പരീക്ഷിച്ചു നോക്കി, മദ്യപിച്ചില്ല. പെരുന്നാളിന് ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീഴേണ്ട പല അവസ്ഥകൾ വന്നു. ആ സമയത്ത് ഒന്നും ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബറിലെ ആദ്യ വെള്ളിയാഴ്ച അവിടെ വെച്ച് കർത്താവ് സ്റ്റോപ്പിട്ടു. പിന്നെ ഇതുവരെ ആ മദ്യപിക്കണം എന്നുള്ള ആ സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനായിട്ട് വന്നിട്ടില്ല. കർത്താവ് 26 വർഷമായ മദ്യപാനം ഒരാദ്യ വെള്ളിയാഴ്ച യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എടുത്തു മാറ്റി ആ മകന് വിടുതൽ കൊടുത്ത് ദൈവ പൈതൽ എന്ന പദവി കൊടുത്ത് അനുഗ്രഹിച്ചു. 2 വശങ്ങളിലേക്കും കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്.